ഭർത്താവെന്നാൽ നരാധമനോ? സ്വന്തം ഭാര്യയുടെ മരണം അത് കാത്തിരുന്ന് നടപ്പിലാക്കിയിരിക്കുകയാണ്. ക്രൂരകൃത്യങ്ങൾക്ക് ഒരു അറുതിയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് 43 വയസ്സുകാരനായ വിദ്യാചന്ദ്രൻ്റെ ഭർത്താവ്. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള വെമ്പലിലാണ് നാട്ടുകാർ. കണ്ണീരോടെ കേരള ജനത. ദുബായിൽ നടന്ന അതിദാരുണമായ സംഭവമാണിത്. 40 വയസ്സുകാരിയായ വിദ്യാചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ്. നിയമ തടസ്സങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ വിദ്യാചന്ദ്രൻ്റെ ഭർത്താവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇതിന് സഹായം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇവിടെയുള്ള ബന്ധുക്കൾ ആരും ഇതിനോട് കാര്യമായി സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. അതേസമയം വിദ്യയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ നാട്ടിലെ ബന്ധുക്കൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. വിദ്യയുടെ ചേതനയറ്റ ശരീരം, ഭർത്താവ് വരുത്തിവെച്ച കടങ്ങൾ ഓരോന്നായി വീട്ടാൻ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പണിയെടുക്കാൻ അവിടെ ദുബായിലേക്ക് മരുഭൂമിയിലേക്ക് എത്തിയതാണ്. എന്നാൽ സംശയരോഗം മൂത്ത് ഭാര്യയെ നടു റോട്ടിൽ വിളിച്ചിറക്കി കത്തിക്ക് അരുംകൊല ചെയ്തിരിക്കുകയാണ് ഭർത്താവ്. ഈ മാസം 9-നാണ് ഭർത്താവായ തിരുവനന്തപുരം നേമ സ്വദേശി യുഗേഷ് 43 വയസ്സുകാരനായ അയാൾ വിദ്യയെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഓണക്കാലം അതിൻ്റെ അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു വിദ്യ. അങ്ങനെയാണ് ദുബായി മുഴുവൻ നടുക്കി ഈ സംഭവം നടക്കുന്നത്. സന്ദർശക വീസയിൽ US-ലെത്തിയ പ്രതി രാവിലെ അൽഖൂസിൽ വിദ്യ ജോലി ചെയ്യുന്ന കമ്പനിയിലെത്തുകയും അതിനെ വിളിച്ച് പുറത്തിറക്കി പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ ഇയാളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വിദ്യയുടെ കുടുംബം കണ്ണീരിൽ ആണ്ടിരിക്കുകയാണ്. വീട്ടമ്മമാർക്ക് ആയിരക്കണക്കിന് വീട്ടമ്മമാരാണ് ദുബായ് പോലുള്ള പട്ടണങ്ങളിൽ ജോലി തേടി പോകുന്നത്. അന്നം ഊട്ടാനും വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ദുബായിലെ ഒരുപാട് പ്രവാസികൾക്ക് ഇത് വളരെ കണ്ണീരിൽ കുതിർന്ന ഒരു ഓണം തന്നെയാണ്. കാരണം അവരുടെയൊക്കെ പരിചിതയായ ഒരു മുഖമാണ് വിദ്യാചന്ദ്രൻ്റേത്. എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം ആളുകളോട് സമീപിക്കുന്ന വളരെ സ്നേഹനിധിയായ ഒരു ഭാര്യയാണ് ഒരു സംശയ രോഗത്തിൻ്റെ പേരിൽ വെറുതെ ഒരു പ്രകോപനപരമായ നടപടി പോലും കൂടാതെ കൊന്നിരിക്കുന്നത്. പ്രതി അറസ്റ്റിനായതിനാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് വിദ്യയുടെ ഈ കുടുംബം. അവർക്ക് ഓണമില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങളുമില്ല. മറിച്ച് മകളുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വെമ്പലോടെ ഇരിക്കുകയാണ്. വാരാന്ത്യ അവധി ആയതിനാൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള എംബസിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുകയാണ്. അതോടുകൂടി ബന്ധുക്കൾ ഇപ്പോൾ അവസാന നോട്ടത്തിനായി അവസാന നോക്കിനായി കാത്തിരിക്കുകയാണ്. വിദ്യയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ശ്രമിക്കുകയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയധികം ക്രൂരനാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഈ മനുഷ്യൻ എന്തിൻ്റെ പേരിലാണ് ഈ ക്രൂരത നടത്തിയത് എന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ചാൽ വ്യക്തമാകും. പിഞ്ചു കുഞ്ഞുങ്ങളെ അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിനെ മുഴുവൻ അനാഥമാക്കിക്കൊണ്ടാണ് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത്. യുഗേഷിൻ്റെ ഈ ആസൂത്രിത കൊലപാതകം ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല. ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഗൾഫിൽ നടന്നിട്ടുണ്ട്. എന്നാൽ മലയാളികളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. സന്ദർശക വീസയിലാണ് UAE-യിൽ പ്രതി രാവിലെ എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രിതമായി തന്നെയാണ് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പാർക്കിങ്ങിൽ വിളിച്ചുകൊണ്ടുപോയി ഒരു സ്വകാര്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയും ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് എംബസിയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്താ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.